ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ, ഭക്ഷണത്തിന് 10 കോടി. വയനാട്ടിൽ കോടികൾ ചെലവാക്കിയെന്ന് സർക്കാർ കണക്ക്. മറ്റൊരു ദുരന്തമെന്ന് ജനങ്ങൾ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചിലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്ത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 ചെലവാക്കിയതായും ദുരന്തബാധിത പ്രദേശത്തേക്ക് വളണ്ടിയർമാരെയും മറ്റും എത്തിക്കാൻ 4 കോടി രൂപ ചെലവിട്ടതായുമാണ് കണക്കിലുള്ളത്. കോടികളുടെ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന ആക്ഷേപങ്ങൾ ഉയരാൻ തുടങ്ങി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദുരന്തപ്രദേശത്ത് ചെലവിട്ട തുകയുടെ കണക്കുകൾ അറിയിച്ചിട്ടുള്ളത്. സൈനികർക്കും വളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി 10 കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക്. ഇവരുടെ താമസത്തിന് മാത്രം 15 കോടി രൂപ ചെലവാക്കി. ദുരന്തപ്രദേശമായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കാച്ചിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ 12 കോടി രൂപ ചെലവാക്കി. സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ അനുബന്ധ പ്രവൃത്തികൾ 1 കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ടോർച്ച്, റെയിൻകോട്ട്, കുട, ബൂട്ട് തുടങ്ങിയവ വാങ്ങുന്നതിനായി 2,98,00,000 ചിലവാക്കിയെന്നാണ് കണക്ക്. സൈനികർക്കും 2 കോടിയിലേറെ ചിലവാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ക്യാമ്പുകളിലേക്ക് ഭക്ഷണ ചെലവിന് മാത്രം 8 കോടി ചെലവാക്കിയെന്നും കണക്കിൽ പറയുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങി. NDA സർക്കാർ നാളെ 100 ദിവസം തികയ്ക്കുമ്പോൾ രാജ്യത്ത് ലോകസഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അവതരിപ്പിക്കാൻ പ്രാഥമിക നടപടി തുടങ്ങിക്കഴിഞ്ഞു. പദ്ധതി നടപ്പാക്കാൻ NDA സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളുടെയും പിന്തുണ ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് സർക്കാരിനുള്ളത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മോദിയുടെ പ്രസംഗത്തിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചിരുന്നതായി രാജ്യം മുന്നോട്ട് വരണമെന്നും ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഭരണകക്ഷിയായ BJPക്ക് നേട്ടമോ കോട്ടമോ എന്നത് വ്യക്തമല്ല. ആയതിനാൽ BJP പാളയത്തിൽ ആശങ്കയുണ്ടെന്നാണ് അറിയുന്നത്. രാഹുലിന് ജനപിന്തുണ ഏറുന്നു. ഗ്രാഫ് ഉയരത്തിലേക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഗംഭീര പ്രസംഗം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും പരിപാടികൾ ഔദ്യോഗികമായി സംപ്രേഷണം ചെയ്യുന്ന സൻസദ് TVയുടെ യൂട്യൂബ് ചാനലിലും വൻ ഹിറ്റായി. 1 മണിക്കൂർ 42 മിനിറ്റ് നീണ്ട വീഡിയോ 7 ലക്ഷത്തിലധികം പേരാണ് 2 ദിവസം കൊണ്ട് കണ്ടത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 1 മണിക്കൂറിലധികം നീളുന്ന 2 വീഡിയോകൾ കൂടി ജനങ്ങൾ കണ്ടത് 1 ലക്ഷത്തിൽ താഴെയാണ് മാത്രമാണെന്നാണ് പറയുന്നത്. ഒരു വീഡിയോ 68,000-ഉം മറ്റൊരു വീഡിയോ 31,000 പേരും മാത്രമാണ് കണ്ടിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസ് അടിസ്ഥാനരഹിതമാണെന്ന് വരുത്തി തീർക്കാൻ ദിലീപ് ശ്രമിക്കുന്നതായി കേരളം സുപ്രീം കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസ് അടിസ്ഥാനരഹിതമാണെന്ന് വരുത്തി തീർക്കാൻ കഥകൾ മെനയുകയാണ് ദിലീപ് എന്നും അതിന് ശ്രമം നടത്തി വരികയാണെന്നും കേരളം സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളും അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേരളം ആരോപിച്ചു. കേസിലെ 1-ാം പ്രതിയായ പൾസുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ആണ് സംസ്ഥാന സർക്കാർ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കേസിൻ്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനും ദിലീപ് ശ്രമിക്കുന്നതായും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണത്തിന് ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 7 മാസമായി 87ഓളം ദിവസം ദിലീപിൻ്റെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്നാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപ് സുരക്ഷിതൻ, അക്രമത്തിന് US-ൽ സ്ഥാനമില്ലെന്ന് കമല ഹാരിസ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഗോൾഫ് ക്ലബിൽ വെച്ച് വെടിവയ്പുണ്ടായ സംഭവത്തിന് പ്രതികരിക്കുകയായിരുന്നു
US വൈസ് പ്രസിഡന്റ് ട്രംപിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കമല ഹാരിസ്. അദ്ദേഹം സുരക്ഷിതനാണെന്നും അതിലേറെ സന്തോഷം എനിക്കുണ്ടെന്നും അമേരിക്കയിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു. വെടിവയ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കമല ഹാരിസ് വെളിപ്പെടുത്തി. കെജ്രിവാളിൻ്റെ രാജിപ്രഖ്യാപനം മറ്റു രാഷ്ട്രീയ നേതാക്കളെയും AAP അണികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മദ്യനയക്കേസിൽ ജയിൽ മോചിതനായ ശേഷം പെട്ടെന്ന് രാജി പ്രഖ്യാപിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്നും ഡൽഹിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെജ്രിവാൾ സംസാരിച്ചു. 2 ദിവസത്തിന് ശേഷം രാജിവെക്കുമെന്നും ജനവിധി പ്രഖ്യാപിക്കുന്ന അതുവരെ ഞാൻ കസേരയിൽ ഇരിക്കില്ല. ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോൾ കെജ്രിവാളിൻ്റെ രാജിപ്രഖ്യാപനം മോഡിയെ വെട്ടിക്കുന്ന ചാണക്യ തന്ത്രമാണ്. സഹതാപം പ്രതീക്ഷിച്ച് മറ്റു ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടി അഗ്നിശുദ്ധി വരുത്തി ജനങ്ങൾക്കിടയിൽ സർവ്വസമ്മതനാകാനാണ് ഈ തന്ത്രമെന്നാണ് പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഡൽഹിയിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും ഹരിയാനയെയും ലക്ഷ്യമിട്ടാണ് ഈ തന്ത്രമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. കെജ്രിവാളിന് രാഷ്ട്രീയത്തിലേക്ക് പോകരുതെന്നും മദ്യവുമായി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിലക്കിയതാണെന്ന് അണ്ണാ ഹസാരെയും പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ സർവ്വസമ്മതനായ ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.